പൂർവിക പുണ്യങ്ങളുടെ ദീപ്തസ്മരണയിൽ കാട്ടാമ്പാക്ക് വട്ടക്കുന്നൽ സർപ്പധർമ്മ ദൈവക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ ദേവപ്രശ്നം ഞായറാഴ്ച നടക്കും. കാവ് സംരക്ഷണവും നിലവിളക്ക് കത്തിക്കൽ കർമ്മവും കരിങ്കല്ലിൽ തീർത്ത സർപ്പവിഗ്രഹ ആരാധനയും നടത്തിപ്പോന്ന മുൻ തലമുറയുടെ ചുവട് പിടിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നടത്തുന്ന സർപ്പദൈവ ആരാധനയുടെ തുടർച്ചയെന്നോണമാണ് ദേവപ്രശ്നം ക്രമീകരിച്ചിരിക്കുന്നത്. പൂർവിക തലമുറ നടത്തി വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ നേരിയ കോട്ടം സംഭവിച്ചതോടെ ഉണ്ടായ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് 2003 വട്ടക്കുന്നൽ സർപ്പധർമ്മ ദേവക്ഷേത്രം രൂപം കൊണ്ടത്. ക്ഷേത്ര രൂപീകരണത്തിന്റെ 10 വർഷം പിന്നിടുമ്പോൾ ആരാധനാക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് വിവേചിച്ച് അറിയുന്നതിനു വേണ്ടിയാണ് ഞായറാഴ്ച ദേവപ്രശ്നം ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ക്ഷേത്ര കൊട്ടാര അങ്കണത്തിൽ വെച്ചാണ് അഷ്ടമംഗല്യ ദേവപ്രശ്നം ക്രമീകരിക്കുന്നത്. വട്ടക്കുന്നൽ കുടുംബാംഗങ്ങൾ ഒന്നാകെയാണ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മനോജ് ഉഴവൂർ, സുരേഷ് തിരുവനന്തപുരം, ശ്രീനിവാസൻ കണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവപ്രശ്ന ചടങ്ങുകൾ നടക്കുന്നത്. ദേവപ്രശ്ന ക്രമീകരണങ്ങളെ കുറിച്ച് ക്ഷേത്രകാരണവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. വട്ടക്കുന്നൽ സർപ്പധർമ്മദേവ ക്ഷേത്രം കൊട്ടാരമാണ് ഈ കാണുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് ഈ ആചാരങ്ങളുണ്ടായിരുന്നു. ആചാരങ്ങൾ മുടങ്ങിക്കിടന്ന ഒരു കാലഘട്ടം വന്നിരുന്നു. അതിനുശേഷം 2003 പ്രശ്നവിധി പ്രകാരം ഇതുവരെ പ്രകൃതിയും കാവും ഭാഗങ്ങളും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇത് പോരാ, കുറച്ചുകൂടി ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതിനെ ഉള്ള അറിവ് വന്നപ്പം വീണ്ടും ഒരു അഷ്ടമംഗല്യ പ്രശ്നം എടുക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നവംബർ 25, 26 തീയതികളിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ബാക്കി കാവ് പുനരുദ്ധരിക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും.